വളരെ രസകരമായ കാര്യങ്ങളാണ് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെടുത്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സേവ് കേരള ബ്രിഡ്ജ് എന്ന് പറയുന്നൊരു NGO സമർപ്പിച്ച ഒരു ഉത്തരവ് കിടന്ന് കറങ്ങുന്നുണ്ട്. ഒക്ടോബറിലാണ് ഈ ഉത്തരവിന് ആവശ്യമായ ഒരു കോടതി ഡയറക്ഷൻ വന്നു എന്ന് പറഞ്ഞുള്ള കറക്കം നടക്കുന്നത്. അത് സാധാരണയായി അണക്കെട്ട് പ്രവർത്തനം നിർത്തുകയും പുതിയ അണക്കെട്ട് നിർമ്മിക്കുകയും ചെയ്യണമെന്ന ആവശ്യം സർക്കാരിനും തമിഴ്നാട് സർക്കാരുകൾക്ക് കേരളത്തിനും സർക്കാരിനും നോട്ടീസ് നൽകിക്കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഏറ്റവും അവസാനമായി കറങ്ങുന്ന വാർത്ത. ഇതിന് 2014 ഒരു വിധിയുണ്ട്. നിലവിലെ നടപടി നടന്നിരുന്ന പശ്ചാത്തലമായി 2014 സുപ്രീം കോടതി ഒരു വിധി നൽകിയിരുന്നു. ജലനിരപ്പ് 142 മതി സൂപ്പർവൈസറി കമ്മിറ്റി രൂപീകരിക്കണം. അതിൽ ഡോക്ടർ ജോസഫ് എന്ന് പറയുന്ന ഒരു അലോപ്പതി ഡോക്ടർ കൊടുത്തിട്ടുള്ള അതിനാണ് ഒരു സൂപ്പർവൈസറി കമ്മിറ്റി വയ്ക്കണമെന്നും ഇതിന് CWCയുടെ സെൻട്രൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഡാമിനെ കൊണ്ടുപോകണമെന്നും മേൽനോട്ട സമിതി വയ്ക്കണമെന്നും ഇത് പഠനം നടത്തണമെന്നൊക്കെ ഒരുപാട് ഒബ്സർവേഷൻസ് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, മറ്റൊരു തരത്തിൽ തമിഴ്നാടിന് അനുകൂലമായ വിധിയും 142 അടി വരെ കൊണ്ടുപോകാമെന്നുള്ള വിധിയും ഒരു ഘട്ടത്തിൽ കൊടുത്തിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയ തോതിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അണക്കെട്ട് പൊളിക്കണം എന്നുള്ളൊരു ഒരു സജഷനും കിടന്ന് അന്തരീക്ഷത്തിൽ കറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ടണൽ സമിതി, മുല്ലപ്പെരിയാറിൻ്റെ ടണൽ സമിതി എന്ന പേരിലൊരു സമിതി രൂപീകരിച്ച് അവർ ഇപ്പോൾ 1 വർഷത്തോളമായി വലിയ സമരം നടക്കുകയാണ്. അതിന് മേധാ പടുക്കറെല്ലാം വന്ന് എറണാകുളം കേന്ദ്രീകരിച്ചിട്ടാണ്, ഇടുക്കി എറണാകുളം കേന്ദ്രീകരിച്ചാണ് ഈ സമരങ്ങൾ നടക്കുന്നത്. അപ്പോൾ വളരെ വലിയ തോതിലാണ് പുതിയ അണക്കെട്ടിൻ്റെ സംബന്ധിക്കുന്ന വാദം. ഒരു വശത്ത് കേരള സർക്കാർ പുതിയ അണക്കെട്ട് വേണമെന്ന് വാദിക്കുന്നു. അതുപോലെ തന്നെ സുപ്രീം കോടതി ഇപ്പോൾ വേറൊരർത്ഥത്തിൽ പറയുന്നു. നേരത്തെ സുപ്രീം കോടതി പറഞ്ഞത് ഇതിനാവശ്യമായ പഠനങ്ങൾ നടക്കണം. അതുപോലെ തന്നെ ടണൽ എന്ന് പറയുന്ന ആശയം, ഇതിന് സുപ്രീം കോടതി നേരത്തെ നിയോഗിച്ചിരുന്ന ജസ്റ്റിസുമാരുടെ കമ്മിറ്റി ഇതിന് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അതായത് 2-3 അഭിപ്രായം പറഞ്ഞു. ഒന്ന് കമ്മീഷൻ ചെയ്യുന്ന കാര്യം, ഡീകമ്മീഷൻ ചെയ്യുന്ന കാര്യം, അതുപോലെ ടണൽ കെട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് അവരുടെ കമ്മിറ്റിയുടെ ശുപാർശ മാത്രമാണ്. ആ കമ്മിറ്റി ശുപാർശകൾക്ക് 2 സംസ്ഥാനവും ഒന്നിച്ച് വന്നാൽ നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. പക്ഷേ അതും അങ്ങോട്ട് മുകളിലോട്ട് പോയില്ല. ഒരു ഡയറക്ഷനും മുകളിലോട്ട് എടുക്കുകയോ ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ തമിഴ്നാട് എടുക്കുന്നില്ല. കാരണം അവർക്ക് 999 വർഷത്തേക്ക് വളരെ സുഖമായി വല്ലവൻ്റെ പറമ്പിൽ കയറി കിടന്ന് അവിടുത്തെ തേങ്ങയടത്ത് വെള്ളമെടുത്ത് അവിടെ പശുവിനെയും കെട്ടി പുല്ലും പറിച്ച് അവിടെ സുഖമായിട്ട് കഴിയാമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അതിൻ്റെ കേസെടുക്കാൻ പോകുന്നത്? നമ്മൾ തന്നെ വേറെ വീട്ടിൽ നമുക്ക് 999 1000 വർഷത്തേക്ക് പാട്ടം തന്നു, സകല സാധനം എടുക്കാം, അവിടെ വീട്ടിൽ താമസിക്കാം, വീട്ടിലും ആ പറമ്പിലുള്ള സകല സാധനവും തേങ്ങയും മാങ്ങയും ചക്കയും എല്ലാം എടുത്ത് തിന്ന് സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങി പശുവിനെയും കുളിപ്പിച്ച് കിടക്കാമെങ്കിൽ പിന്നെ നമ്മളാരെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി പോവുമോ? നമ്മൾ കേസിന് പോകുമോ? ഒത്തീർപ്പിന് പോകുമോ? ഒന്നും പോവില്ല. അവർ തമിഴ്നാടിനെ സംബന്ധിച്ച് ഇതിനകത്ത് കേസുമില്ല, ഒത്തീർപ്പില്ല, വഴക്കുമില്ല, ഒന്നുമില്ല, ഭരണഘടനയില്ല, ഒന്നുമില്ല. അവർ സുഖമായിട്ട് അങ്ങനെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുഖ സൗകര്യങ്ങൾ അവർ അനുഭവിച്ചു പോകുന്നു. പക്ഷേ കേരളത്തെ സംബന്ധിച്ചാണ്, 1.5 കോടി ജനങ്ങളെ സംബന്ധിച്ചാണ്, പ്രത്യേകിച്ച് പത്തനംതിട്ടയും ഇടുക്കിയും കോട്ടയവും എറണാകുളവും തൃശ്ശൂരും ഒക്കെ അടക്കമുള്ള 4-5 ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് ഭീഷണി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കിയിലൊക്കെയുള്ള ഉപ്പുതറയിലും ഇടുക്കിയിലും അതുപോലുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ വലിയ ആശങ്കയാണുള്ള ജനങ്ങൾക്ക്. പക്ഷേ ആ ജനങ്ങളുടെ ആശങ്കയൊന്നും അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് സമരം നടക്കും. ചപ്പാത്തിൽ സമരം നടന്നു, സത്യാഗ്രഹം നടത്തിയവർ തന്നെ കളഞ്ഞിട്ട് പോയി. പിന്നെ ഇപ്പോൾ പല സമരങ്ങൾ, ഇപ്പോൾ ടണൽ സമിതി സമരം ചെയ്യുന്നു. അവർ ചെറിയ സംഘമാണ്, അവർ സമരമൊക്കെ ചെയ്യുന്നു, അത്യാവശ്യം പത്രത്തിലൊക്കെ വാർത്ത വരുന്നു ഒക്കെ എന്നതിനപ്പുറം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അവർ പറയുന്നതിനപ്പുറം അതിന് കേരള സമൂഹത്തിൻ്റെ ഒരു ക്രിട്ടിക്കൽ മാസിനെ സ്വാധീനിക്കാവുന്ന നിലയിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പോ അല്ലെങ്കിൽ ഇവിടുത്തെ ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പോ NGO ലീഡർഷിപ്പോ ആരും അത് ഏറ്റെടുത്തിട്ടില്ല. വളരെ കുറച്ച് പേർ അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ സമരം ചെയ്യുന്നു. അത് തീർച്ചയായിട്ടും ഒരു ജെന്യൂൻ കാസ് എന്നുള്ള നിലയിൽ അവർ സമരം ചെയ്യുന്നു. അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അവരാൽ കഴിയുന്നത് അവർ ചെയ്യുന്നു. എറണാകുളം കേന്ദ്രീകരിച്ച് കുറച്ച് വക്കീലന്മാരും പ്രൊഫസർമാരും റിട്ടയർഡ് ഉദ്യോഗസ്ഥരും പിന്നെ കുറച്ച് വീട്ടമ്മമാരും അവരെല്ലാവരും ഒരു ചെറിയ സംഘമുണ്ട് അതിനകത്ത്. അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. സേവ് കേരള എന്ന് പറഞ്ഞും അതുപോലെ മുല്ലപ്പെരിയാർ ഡാം ടണൽ സംരക്ഷണ സമിതി എന്നും ടണൽ നിർമ്മാണ സമിതി എന്നൊക്കെ പല പേരുകൾ പറഞ്ഞ് അവർ കുറച്ച് പേർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തർക്കമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തർക്കത്തിനിടയിലാണ് 2025 പുതിയൊരു വിധി ഉണ്ട്, അല്ലെങ്കിൽ നോട്ടീസ് വിധി എന്ന് പറയാനാവില്ല, ഒരു നോട്ടീസ് കൊടുത്തിരിക്കുന്നു എന്നുള്ള നിലയിൽ ഒരു ചർച്ച നടക്കുന്നത്. അതുപോലെ തന്നെ പരമാവധി 136 അടിയിൽ നിർത്തണം എന്നൊരു ചർച്ചയുണ്ട്. 125 വർഷത്തിലധികം പഴക്കമുള്ള ഡാമാണ്. ഇതിന് വലിയ അപകട സാധ്യതയാണ് പറയുന്നത്. 3 തരത്തിലുള്ള അപകട സാധ്യത. ഒന്ന് ട്രെമർ, അതായത് ഭൂകമ്പം ഉണ്ടായാൽ, എർത്ത്ക്വേക്ക് ഉണ്ടായാൽ, സിസ്മിക് സോണിൻ്റെ കണക്കാക്കി എർത്ത്ക്വേക്ക് ഉണ്ടായാൽ മുല്ലപ്പെരിയാർ ഡാം തകർന്നു പോകാം. അങ്ങനെയാണെങ്കിൽ ഇടുക്കി ഡാമിന് അപകടം പറ്റാം. രണ്ടാമത് ക്ലൈമാറ്റിക് വേരിയബിലിറ്റി കൊണ്ട്, ഹൈഡ്രോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ട്
വലിയ മഴ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഡാമിൽ വെള്ളം നിശ്ചിത സമയം കൊണ്ട് ക്രമാതീതമായി ഉയരില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം അത്രമാത്രം ക്ലൈമാറ്റിക് ചേഞ്ചസ് ആണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലൈമാറ്റ് ചേഞ്ച് ഉണ്ടാകുന്ന സ്ഥലത്ത് ആ മുല്ലപ്പെരിയാർ ഡാം പോലുള്ളൊരു ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ പ്രതീക്ഷിക്കുന്നതിൽ അധികം മഴ പ്രത്യേക സമയം കൊണ്ട് കുറച്ച് സമയം കൊണ്ട് ചെയ്താൽ സ്വാഭാവികമായിട്ട് അതിനൊരു ഹൈഡ്രോളജിക്കൽ ബോംബ് പോലെ അതായി മാറുമോ. പിന്നെ അതുപോലെ തന്നെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, അതിൻ്റെ ചുണ്ണാമ്പ് കാണുന്നു, അല്ലെങ്കിൽ അവിടെ ചെയ്തിരിക്കുന്ന സുർക്കിയും ചുണ്ണാമ്പും അല്ലെങ്കിൽ സിമൻ്റൊന്നും കട്ടയും ഒന്നും അല്ലല്ലോ. അപ്പോൾ അത് പൊളിഞ്ഞു പോകുന്നു, അത് ചുരണ്ടി എടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ഉള്ള വാദങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയുടെ, കെട്ടിടത്തിൻ്റെ ഘടനാപരമായ ഒരു സ്റ്റെബിലിറ്റിയുടെ അല്ലെങ്കിൽ ബലത്തിൻ്റെയോ ബലക്ഷയത്തിൻ്റെ പ്രശ്നമുണ്ട്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിൻ്റെ പ്രശ്നവുമുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനമാണ്. 3 രീതിയിലാണ് ഇത് സംഭവിക്കാൻ. ട്രെമറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഭൂകമ്പത്തെ സംബന്ധിച്ച് അത്ര വലിയൊരു ആശങ്ക ഇപ്പോൾ പറയുന്നില്ല ജിയോളജിസ്റ്റുകൾ. കാരണം വലിയ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമല്ല എന്നുള്ളത്, അതുകൊണ്ട് വലിയ ആശങ്ക പറയുന്നില്ല. പക്ഷേ ഹൈഡ്രോളിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മഴയുമായി റെയിൻഫാൾ പാറ്റേണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വലിയ തോതിലാണ് മുല്ലപ്പെരിയാർ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും എന്ത് സംഭവിച്ചാലും മുല്ലപ്പെരിയാർ പൊട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും 1.5 കോടി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ അപ്പോഴും പറയുന്ന ചില വാദം, മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ അവിടുത്തെ വെള്ളം ഏറ്റെടുക്കാൻ ഇടുക്കി ഡാമിന് കഴിയും, അതുകൊണ്ട് അത് പ്രശ്നമില്ല എന്ന് പറയുന്നൊരു വാദവുമുണ്ട്. പക്ഷേ ഇടുക്കി ഡാമിന് കഴിയുമെന്ന് പറയുമ്പോൾ തന്നെ ഇടുക്കി ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിലും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിലും ഒരേ സമയം നല്ല മഴ പെയ്താൽ എവിടെ പെയ്യണ്ടെന്ന് മഴയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നുമില്ല, മഴയ്ക്ക് അറിഞ്ഞും കൂടാ. അപ്പോൾ ഒരേ സമയം ഇടുക്കി ജില്ലയിലാകെ, പ്രത്യേകിച്ച് ഇടുക്കി ഡാമിലും മുല്ലപ്പെരിയാർ ഡാമിലും ഒരേ സമയം ജലം നിറയുകയാണെങ്കിൽ പിന്നെ ഇടുക്കി ഡാം എവിടെ നിന്നാണ് ഈ വെള്ളം മുല്ലപ്പെരിയാറിലെ വെള്ളം തടഞ്ഞു വയ്ക്കുക അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. ഇതൊന്നും ചോദിക്കാനോ പറയാനൊന്നും ആരുമില്ല. ഇതിൻ്റെ പ്രധാന പ്രശ്നം അവസാനം അത് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അവസാനത്തെ പ്രശ്നം, ഇത് വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാണ്. അതാണ് കേരളത്തിലെ ഈ ഒരു പ്രശ്നം. എല്ലാവരും അഭിപ്രായം പറയും, അത് പഠിച്ചവരും പറയും, പഠിക്കാത്തവരും പറയും, വഴിയെ പോണവരും പറയും, എല്ലാവരും പറയും. ഒരു ഡാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഡാമിൽ IIT-കൾ പഠിച്ചു. തമിഴ്നാടിന് വേണ്ടി പഠിച്ച IIT പഠിച്ചു കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഡാം സേഫ് ആണെന്നാണ്. കേരളത്തിന് വേണ്ടി പഠിച്ച IIT-കൾ പഠിച്ചു തന്നിരിക്കുന്ന റിപ്പോർട്ട് ഡാം അൺസേഫ് ആണെന്നാണ്. അതെങ്ങനെ ശരിയാവുക? ഒരു ഏജൻസിക്ക് സേഫ് ആണെന്നുള്ള ഡോക്യുമെൻ്റ് അവർ കോടതി കൊടുക്കും, നമ്മൾ അൺസേഫ് ആണെന്നുള്ള ഡോക്യുമെൻ്റ് കോടതി കൊടുക്കും. കോടതി എന്താ ചെയ്യുന്നത്? കോടതിയും ഇത് രണ്ടു കൂട്ടരും കൂടെ തമ്മിൽ അടിയല്ലേ, തർക്കമല്ലേ, തീർത്തുകൊണ്ട് വാ എന്നുള്ള നിലയിൽ നിൽക്കാതെ എന്തുകൊണ്ടൊരു 3-ാം കക്ഷിയെ കോടതി വയ്ക്കുന്നില്ല? ഒരു ഇൻ്റർനാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിക്കാരെ പോലെ ഇൻ്റർനാഷണലുള്ള ഡാം എക്സ്പേർട്ടുകളെ കൊണ്ടുവന്നുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എംപാനൽ ചെയ്തുകൊണ്ട് 2-3 രാജ്യങ്ങളിൽ നിന്ന് ഡാം എക്സ്പേർട്ടുകളെ എംപാനൽ ചെയ്ത് അവരെ കൊണ്ടൊരു നല്ല കൃത്യമായ പഠനം നടത്തി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ ഒരു ഉത്തരവ് എന്തുകൊണ്ട് സുപ്രീം കോടതി ഇടുന്നില്ല എന്നതും ചോദ്യമാണ്. വെറുതെ നോട്ടീസ് കൊടുക്കുന്നു, കത്ത് കൊടുക്കുന്നു, സജഷൻസ് പറയുന്നു, റെക്കമെൻഡേഷൻസ് പറയുന്നു എന്നതിനപ്പുറം കൃത്യമായ ഒരു ഉത്തരവ് സുപ്രീം കോടതി ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഇടുന്നില്ല? അങ്ങനെ ഒരു പഠന സമിതിയെ, ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു പഠന സമിതിയെ എന്തുകൊണ്ട് സുപ്രീം കോടതി വയ്ക്കുന്നില്ല എന്നുള്ള ചോദ്യവും വളരെ വളരെ പ്രധാനമാണ്.